1.5 മാസത്തെ സ്കൂൾ വെക്കേഷന് ശേഷം ഫെബ്രുവരി 4-ാം തീയതി കുട്ടികൾ ബാക്ക് ടു സ്കൂൾ പോവാണ് കേട്ടോ. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആവാന്ന് വിചാരിച്ചു. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് വെൽക്കം ചെയ്യുന്നത് നമ്മളേനെ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഷൂ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കുഞ്ഞു ചെറുക്കൻ കിൻഡർ ഗാർഡനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുഞ്ഞുടുപ്പുകൾക്കൊക്കെ ഇഷ്ടംപോലെ ഓഫറുകൾ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ബിഗ് ഡബ്ല്യൂയിലാണ് വന്നിരിക്കുന്നത്. നേരെ ഷൂ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവർക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഏജിൽ ബ്രാൻഡഡ് ഷൂ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വെറുതെയാണ്. കൂടിപ്പോയാൽ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം, അതിൽ കൂടുതലൊന്നും ഒരു ഷൂവും എൻ്റെ മക്കൾക്ക് പറ്റാറില്ല. കാരണം ഒന്നെങ്കിൽ അത് അവർക്ക് കാല് വലുതാവും, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിച്ച് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷൂസ് ആകുമ്പോൾ നമുക്കും മനസ്സിന് വലിയ വിഷമം ഉണ്ടാവില്ല. പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വാങ്ങിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്ക് ബ്ലാക്കിനോട് വലിയ താല്പര്യമില്ല. പിന്നെ മനസ്സോടുകൂടെ യൂണിഫോമിന് ഇത് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. മാറിയൊക്കെ ഇട്ട് നോക്കി അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള 2 ഷൂ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ കാണുമ്പോൾ ആൾക്ക് ഇങ്ങനെ ഒരു അട്രാക്ഷൻ. പിന്നെ ഒരു തരത്തിൽ അവിടുന്ന് നമ്മൾ കൊണ്ടുവരുന്നത് സോക്സിന്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. സോക്സുകൾ അവിടെ എല്ലാ കാർട്ടൂൺ കഥാപാത്രങ്ങളും സോക്സിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ വൈറ്റ് സോക്സ് എടുക്കാനായിട്ട് ഒരുപാട് പണിപ്പെടേണ്ട വന്നു. വൈറ്റിനോട് ആൾക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ യൂണിഫോം ആവുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ വേണ്ടത്. അങ്ങനെ ഒരു തരത്തിൽ വൈറ്റ് സോക്സ് ഒക്കെ അവിടുന്ന് പെറുക്കിയെടുത്തു. ഇവരുടെ സൈസ് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വരുന്നത് ലഞ്ചിന്റെ സെക്ഷനിലേക്കാണ്. അപ്പം ലഞ്ച് ബാഗ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഈ 3 ഐറ്റംസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വേണ്ടത്. ഇവിടെ വന്നപ്പോൾ വീണ്ടും ഇതേ ഇരിക്കുന്നു സകലമാന കാർട്ടൂൺ ക്യാരക്ടേഴ്സും. സ്പൈഡർമാന്റെ ആരാധകനായിട്ടുണ്ടായിരുന്ന എൻ്റെ മോന് പെട്ടെന്ന് തന്നെ മൈൻക്രാഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പിള്ളേരുടെ ഓരോരോ മാനസികാവസ്ഥകളെ. എനിവേ, അവന് വേണ്ട കുപ്പി പാട്ടയൊക്കെ അവൻ്റെ ഇഷ്ടപ്പെട്ട മൈൻക്രാഫ്റ്റ് തീമിലുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. മോളാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ അവളും പെറുക്കിയെടുത്തു. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കളിപ്പാട്ടങ്ങളുടെ സെഷനാണ്. അവിടുന്ന് ഒരു തരത്തിൽ നമ്മളുടെ പോക്കറ്റ് കാലിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് മാറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പൊ അവരെടുത്ത കുപ്പി പാട്ടുകളുടെയൊക്കെ ക്വാളിറ്റി പരിശോധിച്ചിട്ട് വേണമല്ലോ നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ അതാണ് അവിടെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ പിന്നെ പോയത് ക്രാഫ്റ്റ് ആൻഡ് ആർട്സിന്റെ സെഷനിലേക്കാണ്. ഇഷ്ടംപോലെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. കുറച്ച് സമയം സ്ക്രീൻ ടൈം ഒഴിവാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ അവർ ചോദിച്ചതൊക്കെ നമ്മൾ വാങ്ങി കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ട് കുറച്ചധികം പർച്ചേസിങ് നടത്തി. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡ് അവിടെ പണയം വെച്ചിട്ട് പോരേണ്ട വരുന്നുള്ള ഒരു അവസ്ഥ എനിക്ക് തോന്നിയപ്പോൾ പതുക്കെ അവിടുന്ന് നമ്മൾ സ്കൂട്ടായി. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ വന്നിട്ട് ബില്ലൊക്കെ അടച്ചിട്ട് ഇന്നത്തേക്കുള്ള ഷോപ്പിംഗ് മതിയാക്കി വീട്ടിലോട്ട് പോരാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് വരെ